ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ്. അപ്പോൾ ഞാനിതിവിടെ 1/4 കിലോ പുളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയൊക്കെ പിഴിഞ്ഞ് ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതാ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ലേശം ഇഞ്ചിയും കുഞ്ഞായി കഴിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ. നമ്മളിത് നന്നായി തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് കായംപൊടിയാണ് കേട്ടോ. നുള്ള് കായംപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ശർക്കരപ്പാനി വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ശർക്കരയാണ്, ഇത് 1/4 കിലോ പുളിയാണ്. അപ്പോൾ ഞാനതിലേക്ക് വലിയ കച്ചറയൊന്നും ഇല്ലാത്തൊരു ശർക്കരയാണ്. അപ്പോൾ ഞാനത് ശർക്കര അച്ചോട് കൂടി ഇതാണ്. 5 ശർക്കരയാണ്. ഇനി നമുക്കിതൊക്കെ നന്നായി കുറുക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമ്മൾ ഈ ശർക്കരയൊക്കെ ഇതിൽ അലിഞ്ഞ് കുറുക്കി യോജിക്കുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതാ നമ്മുടെ പുളിയിഞ്ചി നമ്മൾ നന്നായി ഇളക്കി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുടർച്ചയായിട്ട് നമ്മളിതാ 10 മിനിറ്റ് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നന്നായിട്ട് നന്നായി കുറുകി നല്ല കളറൊക്കെ മാറി കറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പച്ചമുളക്, കടുക്, കറിവേപ്പില. അപ്പോൾ ഇതാ നമ്മുടെ പുളിയിഞ്ചിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.